ഹലോ. അപ്പോൾ ഇത് നമ്മുടെ പ്രീ ക്ലാസ്സിൻ്റെ സെക്കൻഡ് ക്ലാസ് ബോക്സ് മേക്കിംഗ് ആണ്. ബോക്സ് മേക്കിംഗ് ആവശ്യമായിട്ടുള്ള സാധനമാണ് പാറ്റേൺ പേപ്പർ, ഫോം ബോർഡ് 2 പീസസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. പിന്നെ ഫ്ലെക്സ് ക്യൂക്ക് നമ്മൾ തൊട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പെൻസില്, സ്കെയില്, പെന്നൊക്കെ വേണം. പിന്നെ തെർമോക്കോൾ കട്ടർ. ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മളൊരു ഫോം ബോർഡ് എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ വെക്കുന്നത് 4x4 ഫ്രെയിമും 2x2 ചെറിയ ഫ്രെയിമാണ് വെക്കുന്നത്. പിന്നെ 2 ഫ്ലവേഴ്സും. അത് വെച്ചിട്ട് എത്രത്തോളം നമുക്ക് വീതിയും ലെങ്ത്തും വേണമെന്നുള്ളൊരു മെഷർമെൻറ്റാണ് ഇപ്പോൾ എടുത്തത്. എന്നിട്ട് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് വീണ്ടും ഈ ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കുക. കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അത് വെച്ചെങ്കിലും ഒരു പൊടിക്ക് 0.5 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാ വെച്ചാൽ നമ്മളിപ്പോൾ കറക്റ്റ് സെയിം സൈസ് എടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. താഴെയും ഇതുപോലെ തന്നെ 0.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ കൂടുതൽ എടുക്കാം. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ കറക്റ്റ് പറയാത്തത്, ഞാൻ വെക്കുന്ന ഐറ്റംസിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഷർട്ടോ പെർഫ്യൂമോ ഒക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ആ ഐറ്റംസ് വെച്ചിട്ട് വേണം നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ വെച്ച് മെഷർമെൻറ്റ് എടുത്തതുപോലെ തന്നെ നിങ്ങൾ ഷർട്ടും ആ പെർഫ്യൂമും വെച്ചിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ഇതിന് ഫസ്റ്റത്തത് 21 സെൻറ്റിമീറ്റർ ലെങ്ത്തും 30 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്തേ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തിട്ടുണ്ട്. സോ നമ്മൾ സാധനം വെക്കുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവണ്ട വെച്ചിട്ടാണ് ഞാൻ ആ 0.5 കൂടെ 1 സെൻറ്റിമീറ്റർ കഷ്ടി 1 സെൻറ്റിമീറ്ററും കൂടിയും കൂട്ടിയെടുത്തിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഐറ്റംസിൽ ഫ്രെയിമും ഫ്ലവേഴ്സിലും ഫ്ലവറാണ് ഹൈറ്റ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്ററാണ് വരുന്നത്. നമ്മുടെ ഫ്ലവറിൻ്റെ ഹൈറ്റ് ഞാൻ മെഷർ ചെയ്തപ്പോൾ 4 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ആ 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ വിഡ്ത്ത് എടുത്തിട്ട് സെയിം ലെങ്ത്ത് നമ്മൾ എത്രയാണോ വീതി നമ്മൾ ബോക്സിന് എടുത്തത് അത് ലെങ്ത്തായി കൊടുത്ത് ഫ്ലവറിൻ്റെ ഹൈറ്റ് വിഡ്ത്താക്കി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് 4 സൈഡിലേക്കും സെയിം മെഷർമെൻറ്റിൽ എടുക്കുക. ഒരു സൈഡിൽ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഒരു സൈഡിൽ 13 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് ഒരു സൈഡിൽ വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് വരിക. അതിപ്പോൾ നിങ്ങൾ ഏതാണോ, ഇപ്പോൾ ഷർട്ടിന് ഇപ്പോൾ മാക്സിമം ഷർട്ടും പെർഫ്യൂമൊക്കെ വരുന്നെങ്കിൽ എന്തായാലും ഒരു 30 സെൻറ്റിമീറ്റേഴ്സിൻ്റെ അടുത്ത് വരും. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ എത്രയാണോ വിഡ്ത്തും ലെങ്ത്തും വരുന്നത് അത് എടുത്തിട്ട് ചെയ്യാം. ഹൈറ്റ് ഇതുപോലെ ആ ഒരു ഐറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റായിട്ട് ഇരിക്കുന്ന ഐറ്റം ഏതാണോ ആ ഐറ്റത്തിൻ്റെ ഹൈറ്റ് എടുത്തിട്ട് അത് വിഡ്ത്താക്കി കൊടുക്കാം. 4 സൈഡ്സിൽ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് ആ ഒരു ഫ്ലവർ, ഇപ്പോൾ ഞാനൊരു ഫ്ലവറിൻ്റെ ഹൈറ്റാണ് എടുത്തിട്ടുള്ളത്. ആ ഹൈറ്റിൽ 4 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ആ 4 സെൻറ്റിമീറ്ററിന് വിഡ്ത്തായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 21 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു സൈഡിൽ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് കൊടുത്തിട്ടുള്ളത്. വിഡ്ത്ത് കോമൺ ആയിട്ട് 4 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ 4 പീസസ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ 4 പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തെടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബേസിലേക്ക് നമ്മൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബേസ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള പീസാണ് വെച്ച് ഒട്ടിക്കുന്നത്. ഞാൻ ഇന്ന ഏരിയയിൽ ഇന്നത് വേണമെന്നാണ് കാണിച്ചു തരുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് ഔട്ട് ഓഫ് ബെറ്റർ. കാരണം കുട്ടികൾക്ക് ഇതിൻ്റെ ആ ഒരു ഗ്യാസ് അബ്സോർവ് ചെയ്യുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് പാരൻസിനായാലും വലിയവർക്കായാലും ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് വന്നാൽ കണ്ണൊക്കെ എരിയും ഒക്കെ ചെയ്യും. എല്ലാവരും മക്കളെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. നെക്സ്റ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചതിൽ കോർണർ ജോയിൻ ചെയ്തിപ്പിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. എന്നിട്ട് ആ കോർണർ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. 2 പീസസും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. എക്സസ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. കോർണർ ഒട്ടിച്ചു കൊടുത്താൽ അത് ഒന്നുകൂടി സ്ട്രോങ് ആവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ആ കോർണേഴ്സിലൊരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് നല്ലതുണ്ട്. തേർഡ് സൈഡിൽ വലിയ സൈസിൽ ഉള്ള ബോർഡാണ് വെച്ച് ഒട്ടിക്കുന്നത്. ഇനിയിപ്പം ഫോം ബോർഡ് കിട്ടാത്തവരുണ്ടെങ്കിൽ തസ്നി മാമിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 സൈഡും കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ വേണമെന്നില്ല. കാരണം നമ്മൾ ഒരുപാട് വട്ടം ചെയ്യുമ്പോഴാണല്ലോ എന്തും പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ 4th സൈഡും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ബോക്സിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. എക്സസ് പോർഷൻസ് ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പ് ഭാഗമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മേലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോക്സ് താഴെ ആ ബോർഡിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളൊരു മെഷർമെൻ്റ് എടുക്കുക. കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് അത് എടുക്കാം. 21 സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്. കാരണം ഞാൻ എടുത്തിട്ടുള്ള ബോക്സിന് 21 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. വീതി വരുന്നത് 13 സെൻറ്റിമീറ്ററും ആണല്ലോ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തതിൽ കൂടെ പ്ലസ് 4 സെൻറ്റിമീറ്ററും കൂടി എടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോക്സിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നോക്കോൾ കട്ടറിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമ്മൾ ഈ 4 സെൻറ്റിമീറ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ഭാഗം ഇതുള്ള മേൽഭാഗത്തെ കുറച്ച് ഭാഗം ഒന്നിങ്ങനെ ചുരണ്ടി കളഞ്ഞു കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ചുരണ്ടി കളഞ്ഞു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 സെൻറ്റിമീറ്റർ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ചുരണ്ടിയ ഭാഗം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ഫോൾഡ് ചെയ്യാൻ നോക്കിയാൽ ഫോം ബോർഡാണ്, നല്ല കട്ടിയുള്ള ബോർഡായതുകൊണ്ട് അത് ഫോൾഡ് ആവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കളയുക, ചുരണ്ടിയിട്ട് ഇങ്ങനെ കളയുക. ഓവറായിട്ട് നമ്മളെ ഫോം ബോർഡ് കംപ്ലീറ്റ് പൊട്ടുന്ന രീതിയിൽ ചെയ്യരുത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം ടോട്ടലി ആ ഒരു 21 സെൻറ്റിമീറ്ററോളം നമ്മളിത് ആക്കിയതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്കിങ്ങനെ ഫോൾഡായിട്ട് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഈസി ആവും. ഇനി ഇത് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നമ്മളിത് ഇനി ഒട്ടിച്ചു കൊടുക്കണം.
ഇത് ഇനി ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിൽ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തിക്കിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഫോം ബോർഡ് കറക്റ്റ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. കൈമാവാണ്ട് ശ്രദ്ധിക്കണം, കാരണം കൈമായാൽ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് കൈമേന്ന് വിടുത്താൻ പറ്റില്ല. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് ഇവിടെ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പാറ്റേൺ പേപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാറ്റേൺ പേപ്പർ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്ത് നോക്കുകയാണ്. ഫ്രെയിമും 2 ഫ്രെയിംസും ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സൈസിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പാറ്റേൺ പേപ്പറൊക്കെ വെച്ച് അത് കവർ ചെയ്ത് കൊടുക്കണം. പാറ്റേൺ പേപ്പർ ഞാനൊരു ന്യൂസ് പേപ്പർ പ്രിൻ്റ് പോലത്തെ ഒരു പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റും ഇതുപോലെ ബോക്സ് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. 30 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ നമ്മൾ എടുത്ത സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് 4 സൈഡ്സിലും നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയും കാണിക്കുന്നുണ്ട്. ഈ ബോക്സിൽ ആ ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്ന മെത്തേഡും കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിന് ശേഷം മാത്രം എക്സസ് ഉള്ളതൊക്കെ കട്ട് ചെയ്യുക. കാരണം ചിലപ്പോൾ നമ്മൾ ഇത്ര എക്സസ് ഉണ്ടല്ലോ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും ഭാഗം ഒട്ടിക്കാൻ പറ്റില്ല, അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയി കിടക്കും. അതുകൊണ്ടാണ്. പിന്നെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ എടുത്ത് 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പീസസ് നേരത്തെ നമ്മൾ ഫോം ബോർഡ് കട്ട് ചെയ്തതുപോലെ തന്നെ സെയിം 4 പീസസ് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് 2 പീസ് 4 സെൻറ്റിമീറ്ററും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും, ഒന്ന് 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 13 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫോം ബോർഡുമ്മേ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സുമ്മേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലെക്സ് ക്യൂക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. മറ്റുള്ളതൊക്കെ യൂസ് ചെയ്താൽ ഒട്ടി നിൽക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് വിട്ട് വരും. അതുകൊണ്ട് ഫ്ലെക്സ് ക്യൂക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോം ബോർഡുമേ ഇതെല്ലാതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡ്സും എല്ലാതും 4 സൈഡ്സും ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ റിബൺ വെച്ച് നിങ്ങൾക്ക് റിബൺ കെട്ടുന്ന ഒരു പോർഷന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാറ്റേൺ പേപ്പർ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ഉള്ളിലായിട്ട് റിബൺ കൊടുക്കുക. പിന്നെ താഴ്ഭാഗത്തും റിബൺ കൊടുക്കുക. അത് ഞാൻ ലാസ്റ്റിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ 4 സൈഡ്സിലും നമ്മൾ കംപ്ലീറ്റ് പാറ്റേൺ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോക്സ് മേക്കിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ബോക്സ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു 360 അല്ലെങ്കിൽ ഒരു 400 റേഞ്ചിലൊക്കെ റേറ്റ് വരുന്ന ഒരു സാധനം നമുക്ക് വെറും 200 രൂപേൻ്റെ ചിലവിൽ നമുക്കിത് ചെയ്യാം. 200 രൂപ പറയുമ്പോൾ ഫോം ബോർഡിന് 120 രൂപയും 4 പീസസിന് 120 രൂപയും, പിന്നെ പാറ്റേൺ പേപ്പർ ഒന്നിന് 15 രൂപയുമാണ് വരുന്നത്. നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അതിൽ വെക്കാനുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു തെർമോക്കോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ്ലി അതിൽ ഫിക്സ് ചെയ്തിട്ട് ഫ്ലവർ വെക്കുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാൻ കഴിയില്ല. കാരണം ക്ലോസ് ചെയ്യാൻ കഴിയാത്തത് ഫ്ലവർ പൊന്തി നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഏരിയ കട്ട് ചെയ്തിട്ട് അത് ഒന്നും കൂടിയും ചെറിയ കട്ടിയുള്ള തിന്നായിട്ടുള്ള തെർമോക്കോൾ വെച്ചിട്ട് ഫ്ലവറിൻ്റെ ആ ഭാഗത്ത് ആ തെർമോക്കോൾ വെച്ചിട്ട് ആ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്താൽ കറക്റ്റ് ഹൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സ് മേക്കിങ്. ഇനി റിബൺ ഒട്ടിച്ചതിന് ശേഷമുള്ളൊരു ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്.
നമ്മുടെ മേൽഭാഗത്ത് ടോപ്പിൻ്റെ ഭാഗത്ത് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. ദെൻ നമ്മൾ താഴ്ഭാഗത്ത് ഈ ഒരു സൈഡിൽ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ബോക്സിൻ്റെ. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.